ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം. നമുക്കിവിടെ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ലിഥി തോമസ്. വേഗത്തിൽ ചോദ്യങ്ങളിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യത്തെ ചോദ്യം, സർവശക്തന്റെ ശ്വാസം നൽകുന്നത് എന്താണ്? ഉത്തരം വിവേകം. യോബ് 32:8. അടുത്ത ചോദ്യം, ദൈവം രാത്രിയിൽ നൽകുന്നത് എന്താണ്? ഉത്തരം സ്തോത്രഗീതങ്ങൾ. യോബ് 35:10. അടുത്ത ചോദ്യം, എന്ത് ചെയ്യാതെയാണ് ദൈവം ബലശാലികളെ തകർത്ത് കളയുന്നത്? ഉത്തരം വിചാരണ ചെയ്യാതെ. യോബ് 34:24. അടുത്ത ചോദ്യം, പ്രതിയോഗി എഴുതിയ രേഖ എന്താണ്? ഉത്തരം അന്യായ രേഖ. 31:35. അടുത്ത ചോദ്യം, മറയില്ലാതെ ഇരിക്കുന്നത് എന്താണ്? ഉത്തരം നരകം. 26:6. അടുത്ത ചോദ്യം, ഓട്ടാളനേക്കാൾ വേഗത്തിൽ പോകുന്നത് എന്താണ്? ഉത്തരം ആയുഷ്കാലം. 9:25. അടുത്ത ചോദ്യം, ആഹാരത്തെ രുചിച്ചു നോക്കുന്നത് എന്താണ്? ഉത്തരം അണ്ണാക്ക്. 34:3. അടുത്ത ചോദ്യം, കുറ്റമില്ലാത്തവൻ പങ്കിടുന്നത് എന്താണ്? ഉത്തരം വെള്ളി. 27:17. അടുത്ത ചോദ്യം, ആരുടെ വിളക്കാണ് കെട്ടുപോകുന്നത്? ഉത്തരം ദുഷ്ടന്മാരുടെ. 21:17-10 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ബുദ്ധിമോശത്താൽ എന്ത് സംഭവിക്കും? ഉത്തരം മരിച്ചു പോകും. 36:12. അടുത്ത ചോദ്യം, മുത്തുകളിലും കവിഞ്ഞത് എന്താണ്? ഉത്തരം ജ്ഞാനത്തിൻ്റെ വില. 28:18. അടുത്ത ചോദ്യം, ഉല്ലസിച്ച് ചിറക് വീശുന്ന പക്ഷി ഏതാണ്? ഉത്തരം ഒട്ടകപ്പക്ഷി. 39:13. അടുത്ത ചോദ്യം, ഏത് മൃഗങ്ങളുടെ പല്ലാണ് അറ്റുപോയത്? ഉത്തരം ബാലസിംഹങ്ങളുടെ. 4:10. അടുത്ത ചോദ്യം, അഗ്നിക്ക് ഇരയാകുന്നത് എന്താണ്? ഉത്തരം കൈക്കൂലിയുടെ കൂടാരങ്ങൾ. 15:34. അടുത്ത ചോദ്യം, ഇയ്യോബിന് കൊടിയതാകുന്നത് എന്താണ്? ഉത്തരം സങ്കടം. 23:2-16 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ദൈവം ആരുടെ സൂത്രങ്ങളെയാണ് അബദ്ധമാക്കുന്നത്? ഉത്തരം ഉപായിയുടെ. യോബ് 5:12. അടുത്ത ചോദ്യം, പാപം ചെയ്തവൻ എന്തിന് ഇരയാകുന്നു? ഉത്തരം പാതാളത്തിന്. 24:19. അടുത്ത ചോദ്യം, തണൽ ആഗ്രഹിക്കുന്നത് ആരാണ്? ഉത്തരം കൂലിക്കാരൻ. യോബ് 7:2. അടുത്ത ചോദ്യം, പെട്ടെന്ന് വാട്ടം സംഭവിക്കുന്ന സസ്യം ഏതാണ്? ഉത്തരം പോട്ടപ്പുല്ല്. 8:11.
അടുത്ത ചോദ്യം, രാത്രിയിൽ കള്ളനായി നടക്കുന്നത് ആരാണ്? ഉത്തരം കുലപാതകൻ. യോബ് 24:14. അടുത്ത ചോദ്യം, കാളയെപ്പോലെ പുല്ല് തിന്നുന്നത് എന്താണ്? ഉത്തരം നദീഹയം. 40:15. അടുത്ത ചോദ്യം, കല്ലുപോലെ ഉറച്ചു പോകുന്നത് എന്താണ്? ഉത്തരം വെള്ളം. 38:30. അടുത്ത ചോദ്യം, കുളിര് വരുന്നത് എവിടെ നിന്നാണ്? ഉത്തരം ഉത്തരദിക്കിൽ നിന്ന്. 37:9. അടുത്ത ചോദ്യം, ആരുടെ വാക്കുകളാണ് കാറ്റിന് തുല്യമായത്? ഉത്തരം ആശയറ്റവൻ്റെ. 6:26. അടുത്ത ചോദ്യം, ഭോഷനെ കൊല്ലുന്നത് എന്താണ്? ഉത്തരം നീരസം. 5:2. ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്. വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.